Hi dears, welcome to I Plus Training Solutions. So PSC എക്സാമിൽ വരുന്ന റിസർച്ച് ഓഫീസർ എക്സാമിന്റെ എക്കണോമിക്സിൽ നിന്നുള്ള PYQ ഡിസ്കഷൻ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. സോ റിസർച്ച് ഓഫീസർ എക്സാമിന്റെ ഒരു ഡീറ്റെയിൽഡ് സിലബസ് അനാലിസിസ് നമ്മൾ ചെയ്തിരുന്നു, ഒരു വീഡിയോ ചെയ്തിരുന്നു. സോ അത് കാണാത്തവർ നമ്മുടെ ചാനലിൽ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യാം. സോ റിസർച്ച് ഓഫീസർ എക്സാമിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. 30 മാർക്സ് ആണ് നമുക്ക് എക്കണോമിക്സ് പാർട്ടിൽ നിന്ന് ഈ ഒരു എക്സാമിന് ചോദിക്കുന്നത്. സോ മുൻ വർഷങ്ങളിൽ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് കുറച്ച് കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യാം. ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ദി സെഷൻ. The first question is, among the following, who is not a member of Governing Council of Niti Aayog? So, ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ എന്തറിയണം? നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിലിൽ വരുന്ന മെമ്പേഴ്സ് ആരൊക്കെയാണ്, അതിന്റെ കോമ്പോസിഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് പ്രസിഡന്റ് of Government of India ആണ്. So let's see who all are there in the Governing Council of Niti Aayog. So Governing Council of Niti Aayog is comprised of Prime Minister as the chairperson. So ആദ്യം തന്നെ Prime Minister Niti Aayogന്റെ chairperson ആയിട്ട് ഉണ്ടാവും. പിന്നെ we have a vice chairperson. Then എല്ലാ സ്റ്റേറ്റ്സിലെയും ചീഫ് മിനിസ്റ്റേഴ്സ് നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിൽ മെമ്പർ ആയിട്ടുണ്ടാവും. Then lieutenant governors of other union territories. Then we have ex officio members, ഒരു ഗ്രൂപ്പ് ഓഫ് ex officio members ഉണ്ടാവും. പിന്നെ full time members appointed by the prime minister and special invitees. ഇത്രയും ആളുകളാണ് നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിലിന്റെ അണ്ടറിൽ വരുന്നത്. ഇനി എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു. സോ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആരൊക്കെയാണ് ഉണ്ടാവുക? യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 4 മെമ്പേഴ്സ് ആയിരിക്കും എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിട്ട് ഉണ്ടാവുക. ആൻഡ് ദേ ആർ നോമിനേറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. പിന്നെ നമുക്ക് ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ടാവും. ഫുൾ ടൈം മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ വേരിയസ് ഫീൽഡുകളിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന എക്സ്പേർട്സ് ആയിരിക്കും ഫുൾ ടൈം മെമ്പേഴ്സ് ആയിട്ട്. പിന്നെ നമുക്ക് ഉണ്ടാവുന്നതാണ് സ്പെഷ്യൽ ഇൻവൈറ്റീസ്. സോ ദീസ് ആർ ദ പീപ്പിൾ ഹു ആർ ദ പാർട്ട് ഓഫ് ഗവേണിംഗ് കൗൺസിൽ ഓഫ് നീതി ആയോഗ്. ഇനി നമുക്ക് കറന്റ് മെമ്പേഴ്സ്, എപ്പോഴും PSC എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ കറന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സോ കറന്റ് മെമ്പേഴ്സ് ഓഫ് നീതി ആയോഗ് നമുക്കൊന്ന് നോക്കാം. ചെയർപേഴ്സൺ ആയിട്ട് we learned that Prime Minister ആയിരിക്കും. So Narendra Modi ആണ് chairperson of Niti Aayog. Then we have vice chairperson. Current vice chairperson is Shri Suman K. Berry. Then chief executive officer CEO is Shri BVR Subramaniam. Then we have 5 full-time members under Dr. VK Saraswat, Professor Ramesh Chand, Dr. Vinod K. Paul, Dr. Aravind Veermani, and we have Rajiv Gauba. So these are the people who comprises the current governing council of Niti Aayog. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, the first scientific attempt to measure national income of India in 1931 was made by. So 1931 ആരാണ് ഒരു സയന്റിഫിക് അറ്റംപ്റ്റ്, ആദ്യമായി ഒരു സയന്റിഫിക് അറ്റംപ്റ്റ് നാഷണൽ ഇൻകം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. We have options Wadia and Joshi, option B VKRV Rao, option C Dadabhai Naoroji, and option D Shah and Kambata. So answer is option B VKRV Rao ആണ്. So first scientific attempt, ഒരു detailed മെത്തേഡ് അനാലിസിസ് അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റ് നാഷണൽ ഇൻകം മെഷർ ചെയ്യാനായിട്ട് അറ്റംപ്റ്റ് നടത്തിയത് 1931 VKRV റാവു ആണ്.
ഒരു റഫ് എസ്റ്റിമേറ്റ് ഫസ്റ്റ് ആയിട്ട് നടത്തിയതാണെങ്കിൽ അത് ദാദാഭായ് നവറോജി ആണ് ഇൻ ദ ലേറ്റ് 19th century. And the National Income Committee, soon after independence, 1949 ഒരു നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ആ കമ്മിറ്റിയുടെ ചെയർമാൻ വാസ് PC Mahalanobis. It was chaired by PC Mahalanobis, and he made the first official attempt. അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം ഒരു ഫസ്റ്റ് official attempt to calculate the India's national income was done by the National Income Committee, which is chaired by PC Mahalanobis. So I hope it is clear. അടുത്ത question. Which is the ministry that is responsible for preparation of national income accounts in India? So ഏത് മിനിസ്ട്രി ആണ് നാഷണൽ ഇൻകം അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മിനിസ്ട്രി എന്നാണ് ക്വസ്റ്റ്യൻ. ദ ആൻസർ ഇസ് മിനിസ്ട്രി ഓഫ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. സോ ഷോർട്ടായിട്ട് മോസ്പി എന്ന് വിളിക്കും, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ Ministry of Statistics and Program Implementation. So ഈ മോസ്പിന്റെ അണ്ടറിൽ തന്നെ within the MOSPI National Statistic Office ഉണ്ട്. Okay, National Statistic Office ഉണ്ട്. That is formed by merging the Central Statistical Office. So മോസ്പിന്റെ ഉള്ളിൽ തന്നെ NSO എന്ന് പറയുന്ന ഒരു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഉണ്ട്. And അതിങ്ങനെയാണ്, it is formed by merging with CSO and NSSO. CSO ഉം NSSO ഉം കൂടി ചേർന്നിട്ടാണ് NSO ഫോം ചെയ്തിട്ടുള്ളത്. And what is the responsibility of NSO? NSO എന്ന ഏജൻസിയുടെ റെസ്പോൺസിബിലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ അക്കൗണ്ട്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻക്ലൂഡിംഗ് ദ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ്സ് കമ്പൈൽ ചെയ്യുക, പബ്ലിഷ് ചെയ്യുക എന്നുള്ളൊരു ഡ്യൂട്ടിയാണ് ഈ ഒരു ഏജൻസിക്ക് ഉള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലിറ്ററസി പ്രോഗ്രാം ഫോർ മൈഗ്രന്റ് വർക്കേഴ്സ് ഇംപ്ലിമെന്റഡ് ഇൻ കേരള ഇസ്. സോ കേരളത്തില് ഒരുപാട് മൈഗ്രന്റ് വർക്കേഴ്സ് വരുന്നുണ്ട് അല്ലെ. സോ കേരളത്തിലുള്ള മൈഗ്രന്റ് വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഒരു ലിറ്ററസി പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. ആ ലിറ്ററസി പ്രോഗ്രാം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ the answer is option B, Changadi. Okay, option B, Changadi. So Changadi എന്ന് പറയുന്ന പ്രൊജക്ട് കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷന്റെ അണ്ടറിൽ വരുന്ന ഒരു ഇനീഷ്യേറ്റീവ് ആണ്. എന്താണ് ബേസിക്കലി ഈ ഒരു പ്രൊജക്റ്റിൽ ചെയ്യുന്നത്? ഈ പ്രോജക്റ്റ് മൈഗ്രന്റ് വർക്കേഴ്സ്, നമ്മുടെ കേരളത്തിൽ വരുന്ന മൈഗ്രന്റ് വർക്കേഴ്സിന് ഒരു ബേസിക് മലയാളം ലിറ്ററസി കൊടുക്കുന്നു, പിന്നെ സോഷ്യൽ അവയർനെസ് കൊടുക്കുന്നു, then provides health, hygiene, worker rights and values. So കേരളത്തിൽ വന്ന മൈഗ്രന്റ് വർക്കേഴ്സിന് ഒരു ബേസിക് മലയാളം ലിറ്ററസിയും സോഷ്യൽ അവയർനെസ്സും ഹെൽത്തും ഹൈജീനും അവർക്ക് ഉള്ള അവരുടെ വർക്കർ റൈറ്റ്സും വാല്യൂസും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാനാണ് ഇത്തരത്തിലുള്ള പ്രൊജക്ട് ലോഞ്ച് ചെയ്തത്. ആൻഡ് നമ്മൾ ഓപ്ഷനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഹമാരി മലയാളം എന്ന് പറഞ്ഞിട്ട്. ദാറ്റ് ഈസ് ആക്ച്വലി ദ നെയിം ഓഫ് എ ടെക്സ്റ്റ് ബുക്ക്. അതായത് ഈ ചങ്ങാതി പ്രോജക്റ്റിന്റെ അണ്ടറിൽ മൈഗ്രന്റ് വർക്കേഴ്സിന് കൊടുക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് ഹമാരി മലയാളം എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഇസ് ദ എയിം? ഇതൊക്കെ പഠിപ്പിക്കുന്നു. മേജർ എയിം എന്താണ്? പ്രോഗ്രാമിന്റെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ എക്സ്ക്ലൂഷൻ റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, ആൻഡ് മൈഗ്രന്റ് വർക്കേഴ്സിന് അവർക്ക് ആവശ്യമായിട്ടുള്ളത്, അവർ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ നമ്മുടെ സ്റ്റേറ്റിന്റെ കൾച്ചറുമായിട്ട് അവരെ ഫെമിലിയറൈസ് ചെയ്യിക്കുക. ഇതൊക്കെയാണ് ഈ ഒരു പ്രോജക്റ്റിന്റെ മേജർ എയിം എന്ന് പറയുന്നത്. ദെൻ എപ്പോഴാണ് ഈ ക്ലാസ്സസ് കൊടുക്കുന്നത്? അവരുടെ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞതിന് ശേഷം അവരുടെ വർക്ക് പ്ലേസിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നോട്ട് ചെയ്യുക, ചങ്ങാതി പ്രോജക്ട് ആൻഡ് ദി ടെക്സ്റ്റ് ബുക്ക് യൂസ്ഡ് അണ്ടർ ദിസ് പ്രോജക്ട് ഇസ് ഹമാരി മലയാളം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
The scheme associated with providing record of rights to the property owners in rural area by Government of India is. എന്താണ് ഈ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്? അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ അണ്ടറിൽ വരുന്ന ഏത് സ്കീമാണ് റൂറൽ ഏരിയയിലെ പ്രോപ്പർട്ടി ഓണേഴ്സിന് ഒരു ഒഫീഷ്യൽ റെക്കോർഡ് ഓഫ് റൈറ്റ്സ് കൊടുക്കുന്നത്? എന്താണ് ഈ ഒഫീഷ്യൽ റെക്കോർഡ് ഓഫ് റൈറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലീഗൽ ഓണർഷിപ്പ് പേപ്പർ ആണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഇസ് ഫോർ ഹോൾഡിംഗ് ലാൻഡ് ഓർ പ്രോപ്പർട്ടി ഓർ ഹൗസ്. ഒരു ലാൻഡ് ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഹൗസോ പ്രോപ്പർട്ടിയോ ഹോൾഡ് ചെയ്യാൻ റൂറൽ ഏരിയയിലെ ഓണേഴ്സിന് കൊടുക്കുന്ന ഒരു ലീഗൽ ഓണർഷിപ്പ് പേപ്പർ ആണ് റെക്കോർഡ് ഓഫ് റൈറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് സ്കീമുമായിട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി, സ്വമിത്വ സ്കീമാണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ സ്വമിത്വ സ്കീം എന്താണ്? സ്വമിത്വ അതിന്റെ എക്സ്പാൻഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സർവേ ഓഫ് വില്ലേജസ് അബാദി ആൻഡ് മാപ്പിംഗ് വിത്ത് ഇംപ്രൊവൈസ്ഡ് ടെക്നോളജി ഇൻ വില്ലേജ് ഏരിയാസ്. സോ എന്താണ് അബാദി എന്ന് പറയുന്നത്? അബാദി എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ഓർ ഇൻഹാബിറ്റഡ് ലാൻഡ് എന്നാണ്. അതായത് വില്ലേജസിന്റെ ഉള്ളിൽ വരുന്ന ഇൻഹാബിറ്റഡ് ആയിട്ടുള്ള ലാൻഡ്. അതായത് വില്ലേജില് അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ടാവും അല്ലെ, അഗ്രികൾച്ചറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലാൻഡും ഉണ്ടാവും. പക്ഷെ അതല്ലാതെ ഇൻഹാബിറ്റൻസ് റെസിഡൻഷ്യൽ ഏരിയ, ആളുകൾ താമസിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാൻഡ് എന്നാണ് ഈ അബാദി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഒരു സെൻട്രൽ സെക്ടർ സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ് ആണ്. ആൻഡ് ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ ഇറ്റ് യൂസസ് ഡ്രോൺ ടെക്നോളജി ടു മാപ്പ് ദ ലാൻഡ് പാർസൽസ് ആൻഡ് ഇഷ്യൂ ലീഗൽ ഓണർഷിപ്പ് കാർഡ്സ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി റെക്കോർഡ് ഓഫ് റൈറ്റ്സ്, ഈ പ്രോപ്പർട്ടി റൈറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് ഡ്രോൺ ടെക്നോളജീന്റെ ഒരു യൂസ് ഉണ്ടാവുന്നുണ്ട്. ഡ്രോൺ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട് ഇൻ ഓർഡർ ടു മാപ്പ് ദ ലാൻഡ്. ആൻഡ് ലാൻഡ് മാപ്പ് ചെയ്തതിന് ശേഷമാണ് ലീഗൽ ഓണർഷിപ്പ് ഇഷ്യൂ ചെയ്യുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് മേജർ പ്രോജക്ട്സ് ഇൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് ഇൻ കേരള ഇസ്. അപ്പം എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്? സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ. ഓക്കെ, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ലീഗൽ എൻറ്റിറ്റി ആണ്. ഒരു കമ്പനി ആവാം, ഒരു ട്രസ്റ്റ് ആവാം. ഈ കമ്പനി അല്ലെങ്കിൽ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ഒരു സ്പെസിഫിക് പേർപ്പസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇവിടുത്തെ സ്പെസിഫിക് പേർപ്പസ് എന്ന് പറയുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ്, കേരളത്തിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സിൽ മേജർ പ്രോജക്ട്സ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ അത്തരത്തിലുള്ള സ്കീം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഇംപാക്ട് കേരള. സോ ഇംപാക്ട് കേരള, നമുക്ക് അതിന്റെ ഫുൾ ഫോം ഒന്ന് നോക്കാം. ഇംപാക്ട് കേരള ലിമിറ്റഡ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ മുനിസിപ്പൽ ആൻഡ് പഞ്ചായത്ത് അസറ്റ് ക്രിയേഷൻ ഫോർ ട്രാൻസ്ഫർമേഷൻ കേരള ലിമിറ്റഡ് എന്നാണ് ഇംപാക്ടിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. സോ ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു ആക്ട് ആസ് എൻ ഏജൻസി ഫോർ പ്ലാനിങ്, എക്സിക്യൂട്ടിംഗ് ആൻഡ് മാനേജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്. സോ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ അണ്ടറിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് പ്ലാൻ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ഏജൻസിയാണ് ഇംപാക്ട് കേരള എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following with regard to the aims of the methanol economy program initiated by Niti Aayog are correct? So Niti Aayog in under the methanol economy program nu parnyoru program initiate cheyidittunde. So ആ പ്രോഗ്രാമിന്റെ എയിംസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, ടു റെഡ്യൂസ് ഓയിൽ ഇമ്പോർട്ട് ബിൽ. സെക്കൻഡ്, reduce greenhouse gases. Option 3, convert Indian coal reserves and municipal solid waste into methanol. And
to create new jobs by setting up methanol plants? So നമുക്ക് answer നോക്കാം. Answer is option C. All the statements are true. So എന്താണ് മെത്തനോൾ ഇക്കോണമി പ്രോഗ്രാം? മെത്തനോൾ ഇക്കോണമി പ്രോഗ്രാം നീതി ആയോഗിന്റെ അണ്ടറിൽ 2016 കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ്. സോ ഈ പ്രോഗ്രാമിന്റെ മേജർ എയിം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഓയിൽ ഇമ്പോർട്ട് ബില്ല് കുറയ്ക്കുക എന്നുള്ളതാണ്. എന്താണ് ഇന്ത്യയുടെ ഓയിൽ ഇമ്പോർട്ട് ബില്ല് കുറയ്ക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ഇസ് ഇന്ത്യ ക്രൂഡ് ഓയിലോ അല്ലെങ്കിൽ റിഫൈൻഡ് പ്രോഡക്ട്സോ പർച്ചേസ് ചെയ്യും ഫ്രം അബ്രോഡ്. സോ അതിന് സ്പെൻഡ് ചെയ്യുന്ന മണി കുറയ്ക്കുക എന്നുള്ളതാണ് to reduce India's oil import bill എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് one of the major aim ആയിരുന്നു. Then to lower pollution by promoting methanol. മെത്തനോളിന്റെ യൂസ് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് എൻവയൺമെന്റൽ പൊല്യൂഷൻ കുറയ്ക്കുക എന്നൊരു എയിമും കൂടി ഉണ്ടായിരുന്നു. ആൻഡ് ഒരു ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് ഒരു എയിം ഉണ്ടായിരുന്നു. ഇനി പെട്രോളിന്റെ കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള യൂസ്, ദെൻ കുക്കിംഗ് സ്റ്റവ്സിലും ഫ്യൂവലുമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ, പിന്നെ ഇലക്ട്രിസിറ്റി ജനറേഷൻ, ഇൻലാൻഡ് വാട്ടർവേസ്, ഇങ്ങനെ മെത്തനോൾ എനർജി ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും എന്നതാണ് പ്രധാനമായും ഈ ഒരു പ്രോഗ്രാം, ദ മെത്തനോൾ ഇക്കോണമി പ്രോഗ്രാമിന്റെ ഒരു എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. Next question. The first State Finance Commission of Kerala was constituted on. അതായത് കേരളത്തിലെ ഫസ്റ്റ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ രൂപീകരിച്ചത് ഏത് വർഷമാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഇസ് ഓപ്ഷൻ എ, 23rd April 1994 ആണ്. 1994 ആദ്യമായി സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ കേരളത്തിൽ രൂപീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. Among the following, which are the schemes that are networked to provide bare necessities to a household by the government of India? So, ഇവിടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് സ്കീംസുകൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 4 സ്കീമുകൾ ഓരോ ഓപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ ഇസ് ബേസിക് നെസസിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമുകൾ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ സി ആണ്. ദാറ്റ് ഇസ് സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ആവാസ് യോജന, ജൽ ജീവൻ മിഷൻ, സൗഭാഗ്യ യോജന. സോ നമുക്ക് ഈ ഓരോ മിഷനും എന്ത് ബേസിക് നെസസിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. സ്വച്ഛ് ഭാരത് മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ആണ്. പ്രധാനമന്ത്രി ആവാസ് യോജന എൻഷോർ ചെയ്യുന്നത് ഹൗസിംഗ് ഫെസിലിറ്റീസ് ആണ്. ജൽ ജീവൻ മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആളുകൾക്ക് സേഫ് ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ് കൊടുക്കാണ്. സൗഭാഗ്യ യോജന ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യാണ്. സോ ഈ 4 സ്കീംസ് ആണ്. ഈ 4 സ്കീംസും ബേസിക് നെസസിറ്റീസ് ആണ് ഹൗസ് ഹോൾഡിന് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദി ആൻസർ. Now we have the final question here. As per the population census of 2011, among the following districts, which has a lower literacy rate than the overall literacy rate of the state of Kerala? From എന്താണ് question? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്സിൽ 2011 സെൻസസ് പ്രകാരം ഓവറോൾ സ്റ്റേറ്റ് ലിറ്ററസി റേറ്റിനെക്കാളും താഴെ ഏത് സ്റ്റേറ്റിന്റെ ലിറ്ററസി റേറ്റ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ട്രിവാൻഡ്രം ആണ്. Now let's see. Overall Kerala state literacy 93.91% ആയിരുന്നു during the 2011 census. As per the 2011 census. പിന്നെ ട്രിവാൻഡ്രം വരുന്നത് 93.02% ആണ്, which is less than the overall state literacy rate. പിന്നെ നമ്മൾ ഓപ്ഷൻസിൽ ഉണ്ടായിരുന്ന 3 സ്റ്റേറ്റ്സ് ആണ് കണ്ണൂർ,
കോഴിക്കോട്, ആലപ്പുഴ. സോ ഈ 3 സ്റ്റേറ്റ്സിന്റെയും ലിറ്ററസി റേറ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ കേരള സ്റ്റേറ്റ് ലിറ്ററസി റേറ്റിനെക്കാളും കൂടുതലാണ്. സോ ആൻസർ ഇസ് ട്രിവാൻഡ്രം. സോ 2011 സെൻസസ് ഒക്കെ ബേസ് ചെയ്തിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ അതിന്റെ മേജർ ഹൈലൈറ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട്സോ ഫീഡ്ബാക്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. ആൻഡ് ഇതുപോലെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ റിസർച്ച് ഓഫീസർ എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യുക. കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഡിയേഴ്സ്. അടുത്തൊരു വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നതാണ്. വൺസ് അഗൈൻ താങ്ക് യു.